വാചകം അന്യോന്യമായി തീരുന്നത് പോലെ വീണ്ടും ഞാനത് പറഞ്ഞത് സാധാരണ സ്ഥാനാർത്ഥികളാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറ്. എന്നാൽ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ തനിച്ചല്ല മത്സരിക്കുന്നതാണ്. നമ്മൾ ഒരുമിച്ച് മത്സരിക്കുകയും ഒരുമിച്ച് ജയിക്കുകയും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ്. ആ വാക്കുകൾ അന്വർത്ഥമാക്കും വിധം ഈ നാടാകെ ഇവിടേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഒരു ജനസഞ്ചയമാണ് ഈ നിലമ്പൂരിന്റെ ആവേശത്തിന്റെ കിടന്നിടക്കുന്ന ഈ നാട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളെയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ്. നാട് ഇടതുപക്ഷത്തിന്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കാരണം അവരുടെ സ്വന്തം ജീവിതാനുഭവങ്ങളെ മുൻനിർത്തുകയാണ്. കഴിഞ്ഞ 9 കൊല്ലക്കാലം ഉണ്ടായിട്ടുള്ള മാറ്റം ഒരുപക്ഷെ ചരിത്രത്തിലൂടെയുണ്ടാവാം. ആ മാറ്റം മലയാളിയുടെ ജീവിതത്തെ ലോകത്തിലെ പുതിയൊരു നിലവാരത്തിലേക്ക് എത്തിച്ചു. എന്തെങ്കിലും കേരളത്തിന്റെ ചരിത്രമാണ് എഴുതുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും വിശേഷിപ്പിക്കുന്നുവെങ്കിൽ 9 കൊല്ലമാണ് കേരളത്തിന്റെ സംശയവുമില്ല. പവർക്കെട്ടില്ലാത്ത കേരളം, ക്ഷേമപെൻഷൻ തുടങ്ങാത്ത കേരളം, 5 ലക്ഷം മനുഷ്യരുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച കേരളം, സ്കൂൾ തുറക്കുന്നതിന് മുൻപേ കുട്ടികളുടെ കൈകളിൽ പുസ്തകം കൊടുത്ത കേരളം, അങ്ങനെ ആശുപത്രികളും പള്ളിക്കൂടങ്ങളും ലോകോത്തര നിലവാരത്തിലേക്ക് നയിച്ച കേരളം, ഇപ്പോഴുള്ള വീട്ടമ്മമാരുടെ പെൻഷൻ പദ്ധതി നടപ്പാക്കാൻ പോകുന്ന കേരളം, ഈ മാറ്റങ്ങളെ പതാകകളുടെ നിറഭേദങ്ങൾക്ക് പുറത്ത് ഈ നാട് ഇരു കയ്യും നീട്ടി സ്വീകരിക്കും. ഈ നാട്ടിൽ യുഡിഎഫുകാരായിട്ടുള്ളവരുണ്ടാവാം, മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർക്കും അവരോടൊന്നും ഒരു വ്യക്തിവിദ്വേഷവും നമുക്കില്ല. അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷേ അവർക്ക് സ്വീകരിക്കാതിരിക്കാനാവില്ല. ഞങ്ങൾ ഓർമ്മ നിലമ്പൂരിലെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ കോൺഗ്രസ് ആയി എന്ന കാരണം തിരികെ വരണം എന്നാഗ്രഹിക്കില്ല എന്ന രാഷ്ട്രീയത്തിനും ഇടതുപക്ഷത്തിന്റെ ഭരണ നേട്ടങ്ങൾ സ്വീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവർക്ക് ഈ നാട്ടിലെ ഐക്യദാർഢ്യമായി മാറും എന്ന കാര്യത്തിലും സംശയമില്ല. ഈ പ്രതിജ്ഞയെടുത്ത് ഊർജ്ജസ്വലമായി രംഗത്തിറങ്ങിയിട്ടുള്ളവരാണ്. എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും ആരോഗ്യകരമായ ജനാധിപത്യ സംവാദത്തിന്റെ ഒരു വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നതാണ്. ആദ്യം മുതൽ അവസാനം വരെയും ഈ തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിനിൽ ഇടതുപക്ഷം പറഞ്ഞിരുന്നത് നാടിനെയും ജനങ്ങളെയും വികസന സാധ്യത, നാടിന്റെ വികസന പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഗുണം ലഭിക്കുന്ന ക്ഷേമ പദ്ധതികൾ, അത്തരം കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എന്നതാണ്. ആദ്യം ആ നിലപാടാണ് നാം ഉയർത്തിപ്പിടിച്ചത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മെ പലപ്പോഴും വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. വിവാദങ്ങളിലേക്ക് ഈ നാടിനെ തള്ളിയിടാൻ ശ്രമിച്ചു. വിദ്വേഷം വിതയ്ക്കാൻ ശ്രമിച്ചു. സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇടതുപക്ഷം അതിലൊന്നും പിടിച്ചില്ല എന്ന് മാത്രമല്ല, നാം ഉയർത്തിപ്പിടിക്കേണ്ടത് ജനാധിപത്യ മൂല്യങ്ങളാണ്, മതനിരപേക്ഷ മൂല്യങ്ങളാണ്, സാഹോദര്യമാണ്. മറിച്ച് വിദ്വേഷത്തിന്റെ വിട്ടു ശ്രമിക്കുന്നവർ, വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ, വിദ്യാർത്ഥിക്ക് ശ്രമം നടത്തുന്നവർ, അവരോട് ഇടതുപക്ഷത്തിന്
സംഭാവന ഈ എഴുതിയ നാടകത്തിന്റെ പേര് ഇച്ച് നല്ല മനുഷ്യനാകാൻ ഞങ്ങൾ പറയുന്നു, എല്ലാവരും നല്ല മനുഷ്യരാകുക. നല്ല മനുഷ്യർ എല്ലായ്പ്പോഴും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും പ്രതിനിധാനത്തെയും ഉയർത്തിപ്പിടിക്കും. അതുകൊണ്ട് വൈകിയെങ്കിലും സുഹൃത്തുക്കളെ എല്ലാവരും നല്ല മനുഷ്യരാകാൻ ശ്രമിക്കുക. വിവാദങ്ങളെ ഒഴിവാക്കി നാടിന് പുറമുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരിക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ സൂചിപ്പിച്ച ഈ നാടിനെ ലോക നിലവാരത്തിലേക്ക് ആനയിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മഹത്തായ നേട്ടങ്ങൾ, അത് പവർ കട്ട് ഇല്ലാതാക്കിയതായാലും ക്ഷേമ പെൻഷൻ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണ് 1600 രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്നത്. അത് 60 ലക്ഷം മനുഷ്യരുടെ ജീവിതത്തിൽ ഒരാശ്വാസമായി കടന്നു വരികയാണ്. അത് കൈക്കൂലിയാണെന്ന് പറയുന്നതിനോട് ഈ നാട് കണക്ക് പോയിട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾ പറയുന്നു, ഇനി ഒരിക്കലും പവർ കട്ട് വരാതിരിക്കാൻ, ഇനിയും ക്ഷേമ പെൻഷനുകൾ വർദ്ധിക്കാൻ, ലൈഫിൽ ബാക്കിയുള്ളവർക്ക് കൂടി വീട് കിട്ടാൻ, നമ്മുടെ പള്ളിക്കൂടങ്ങളും ആശുപത്രികളും ലോകോത്തര നിലവാരത്തിലാക്കാൻ ഇടതുപക്ഷം കൂടുതൽ കരുപ്രവർത്തിക്കാൻ കൊണ്ട് ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തെ കൂടുതൽ കരുപ്പുള്ളതാക്കി മാറ്റാൻ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന രാഷ്ട്രീയമാണ് നാം ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിച്ചത്. അതോടൊപ്പം വന്യജീവി ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യാനുള്ള ജനകീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാനും ഇടതുപക്ഷം അരനിമിഷം അറച്ചു നിന്നിട്ടില്ല. ഈ നാടാകെ ഇടതുപക്ഷത്തിന്റെ പിന്നിൽ അണിനിരക്കുന്ന ആവേശകരമായ ഈ കാഴ്ച ഒരു കാര്യം ഉറപ്പുവരുത്തുന്നുണ്ട്. നാളെ കേരളം കൂടുതൽ അഭിമാനകരമായ ഇടത്ത് ലോകം കാണും. കേരളത്തിലേക്ക് ലോകത്തിന്റെ കണ്ണുകൾ കൂടുതൽ പതിയും. നമ്മുടെ നാട് ലോകത്തിന്റെ അഭിമാനമായി മാറും. അങ്ങനെ മാറുമ്പോ മഹത്തായ പൈതൃകവും ചരിത്രവുമുള്ള ഈ നിലമ്പൂരും കൂടുതൽ വളരേണ്ടതുണ്ട്. വികസന സാധ്യതകൾ ഉപയോഗിക്കേണ്ടതുണ്ട്. നിലമ്പൂരിന് അനുയോജ്യവും ശാസ്ത്രീയവും പ്രായോഗികവുമായ വികസന പന്ഥാവിൽ നിലമ്പൂരിനെ നയിക്കാനുള്ള ആദ്യ ചുവടായി ഈ തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ വിജയം മാറും എന്ന് നമുക്ക് ഉറപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഔപചാരികമായ പ്രചരണ പരിപാടികളുടെ സമാപനം കുറിക്കുന്ന ഈ വേദിയിൽ ഒരേ മനസ്സോടെ കേരളത്തിന്റെ നാളെയെ കരുതി ഇടതുപക്ഷ വിജയം ഉറപ്പുവരുത്താൻ ഒഴുകിയെത്തിയ നിലമ്പൂരിലെ പ്രിയ ജനതയെ നമുക്കിനി ഒരുമിച്ച് ഒരേ മനസ്സോടെ ഈ നാടിനെ ഏറ്റവും അഭിവൃദ്ധി പ്രാപിച്ചെടുക്കാനുള്ള പോരാട്ടത്തിൽ ഏർപ്പെടാം. നമ്മുടെ അടയാളം ചുറ്റിക അരിവാൾ നക്ഷത്രം, അത് ഈ നാടിന്റെ അഭിമാനത്തിന്റെ അടയാളമാണ്. EMS-ഉം AKG-യും EK നായനാറും VS-ഉം പിണറായിയും സഖാവ് കുഞ്ഞാലിയും ഈ മണ്ണിൽ മത്സരിച്ചത് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിലാണ്. ആ അടയാളത്തെ ഒരിക്കൽ കൂടി നിലമ്പൂരിനെ പ്രതിനിധീകരിക്കാൻ നമുക്ക് തിരഞ്ഞെടുക്കാം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ കൂടിയ പ്രിയ സഹോദരങ്ങളെല്ലാം